ഗൾഫുകാരുടെ കഥ അല്ലെങ്കിൽ പ്രവാസിയുടെ കഥ എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ ആദാമിൻ്റെ മകൻ അബൂവിന് ശേഷമുള്ള യാത്രകളിൽ ഇതുപോലുള്ള ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പം സൗദി അറേബ്യ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു സുഹൃത്തിൻ്റെ കൂടെ അവരവരുടെ താമസിക്കുന്ന മുറിയിലേക്ക് വിളിക്കും, കൂടെ പോവും. അപ്പം ഇവരവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ മുറിയിൽ ചെന്ന് കഴിഞ്ഞാൽ അതിലൊരു നാരായണൻ ഉണ്ടാവും. നാരായണൻ ഏതെങ്കിലും ഇതിലൊന്നും പുള്ളി അങ്ങനെ ഇല്ലാതെ ഒതുങ്ങി പുള്ളിയുടേതായ ഒരു ഇതിൽ പുള്ളി സൈഡിൽ ഇരുന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരു നമ്മളിതുവരെ വിജയിച്ചവരുടെ കഥ മാത്രമേ കേട്ടിട്ടുള്ളൂ ഗൾഫിൽ. അല്ലാതെ പരാജയപ്പെട്ടെന്നല്ല, ഒന്നും ആവാതെ പോയ ആളുകൾ. ഇപ്പം നാരായണൻ പരാജയപ്പെട്ട ആളല്ല. നാരായണൻ പറയുന്നത് അയാൾ മോസ്റ്റ് സക്സസ്ഫുൾ മാൻ ഇൻ ദി വേൾഡ് എന്ന് പറയുന്നത്, ഫുൾ സക്സസ്ഫുൾ മാൻ എന്നാണ് നാരായണൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ കുറിച്ചൊരു സിനിമ, അങ്ങനെ അതിൽ നിന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം. 80ാമത്തെ ആണ്ടാണ് മലയാളിയുടെ ഗൾഫ് കുടിയേറ്റത്തിൻ്റെ. അപ്പം അതിൻ്റെ ഒരു ചരിത്രം പറയുന്ന ഒരു സിനിമ കൂടി ആവുക എന്നുള്ളതിൽ നിന്നാണ് ഇതിൻ്റെ റിസർച്ചുകൾ ആരംഭിച്ചിട്ട് ആദ്യകാല പ്രവാസികളായ ഒരുപാട് ആളുകളെ ചെന്ന് കണ്ട്. അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരത്തിൽ നിന്നാണ് എനിക്ക് ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഗൾഫ് കുടിയേറ്റത്തിനെന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് ഇത്രയേറെ പ്രസക്തി ഉണ്ടെന്നും അത് ഇതുവരെ ചരിത്രത്തിൽ എവിടെയും പറഞ്ഞു പോയിട്ടില്ല. ഇന്ന് നമ്മൾ ഈ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ആയാലും ഗൾഫിലായാലും ഇതിൻ്റെയൊക്കെ റീസൺ, ഇതിൻ്റെ അടിത്തറ ഉണ്ടാക്കിയിരുന്നത് അന്നത്തെ ആളുകളാണ്. അന്നത്തെ ആളുകൾ പോയിരുന്നത് ഇതുവരെ പോയിരുന്ന പോലെ വിസ, ടിക്കറ്റ്, ഫ്ലൈറ്റ് 3.5 മണിക്കൂറൊന്നും ഉള്ളായിരുന്നില്ല. ജീവൻ പണയം വെച്ചിട്ട് പത്തേമാരിയിൽ യാത്ര ചെയ്തിട്ട് 50-60 ദിവസങ്ങളെടുത്തിട്ടാണ് ഇവരവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവരെ നമ്മൾ എവിടെയും ഇതുവരെ കണ്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കപ്പെടേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവരെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ചിന്തയെന്നാണ് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാകുന്നത്. പത്തേമാരിയുടെ ഒരു വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 50 വർഷത്തെ സ്റ്റോറിയാണ്. 50 വർഷത്തിന് മുമ്പുള്ളതല്ല, ഒരു 50 വർഷത്തെ ഒരു യാത്രയാണ്, ഒരു ജീവിതയാത്രയാണ് സിനിമ. അപ്പോൾ അത്തരത്തിലൊരു സൗണ്ട് സ്കേപ്പും നമ്മളിതിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതായിരുന്നു ഒരു വലിയ ചലഞ്ച്. അത് കേരളമുണ്ട്, ദുബായ് ഉണ്ട്, മാറുന്ന കേരളമുണ്ട്, ബോംബെ ഉണ്ട്. പിന്നെ തുടക്കത്തിലൊരു യാത്ര, ഉരുവിലെ യാത്ര, അത് നേരിടേണ്ടി വന്ന തടസ്സങ്ങൾ, പിന്നെ വളരെ ഡ്രമാറ്റിക്കായിട്ടുള്ള ഇതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരിക്കലും പിന്നെ ഈ സിനിമയ്ക്ക് പുറത്ത് നിൽക്കരുത് എന്ന ഒരു അങ്ങനെ ഒരു റെസ്ട്രെയിൻറ്റ് ഞാൻ ഈ സിനിമയിൽ എടുത്തിട്ടുണ്ട്. ഈ സിനിമയുടെ സ്റ്റോറിയും പിന്നെ തീമും പോലും പുറത്തൊരു ശബ്ദം പോകരുതെന്ന്, എല്ലാം ഈ ഫ്രെയിമിനകത്ത് തന്നെ നിൽക്കണം എന്ന ഒരു ആർട്ടിസ്റ്റിക് റെസ്ട്രെയിൻറ്റ് ഈ സിനിമയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഡിസിഷനാണ്. കാരണം നമ്മളൊരു സിനിമ ഒരു മെയിൻ സ്ട്രീം സിനിമയായിട്ട് നമ്മളിതിനെ പിച്ച് ചെയ്യുമ്പോഴും ഈ നമ്മളെ ഓഡിയൻസിനെ പിടിച്ചിരുത്തുന്ന അവരുടെ മുകളിലേക്ക് ഒരു വലിയ താണ്ഡവം പോലെ വരുന്ന ഒരു ശബ്ദ സന്നിവേശം ഉണ്ടാകരുത്. മറിച്ച് ഒരു ജീവിതം കാണുന്ന ആ ഒരു ഇമോഷനിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഓഡിയൻസിനെയാണ് നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടത്. ആ ഒരു രീതിയിലാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരുപക്ഷേ ഈ സിനിമയുടെ ശബ്ദ സംവിധാനം വളരെ വ്യത്യസ്തമായ സംവിധാനമായിട്ട് നമുക്ക് ഒരുപക്ഷേ പ്രേക്ഷകർക്ക് തോന്നാൻ കാരണം. സിനിമയുടെ സ്ക്രിപ്റ്റിങ്ങിന് ഏകദേശം ഒരു വർഷം എടുത്തു. ഒരു വർഷം റിസർച്ച് നടത്തി അങ്ങനെയാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് എന്ന് പറയുന്നത് പല ഷെഡ്യൂളും ഓരോ കാലഘട്ടം ഓരോ ഷെഡ്യൂളായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് മൊത്തം 6 ഷെഡ്യൂളായിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ 80 കാലഘട്ടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 80 കാലം മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും 1-2 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത കാലഘട്ടം ചെയ്തത്. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ചാർട്ടിങ്. ഈ സിനിമയുടെ കഥ ഞങ്ങൾ കുഞ്ഞനന്ദൻ്റെ കട ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ സലീമും ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമയെപ്പറ്റി ഇതിൻ്റെ കഥയെപ്പറ്റി ഒരു നല്ല ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നു. ഷൂട്ടിങ്ങിന് പോകുമ്പോൾ പല സ്ഥലങ്ങളിലും ഇത് പല ഷെഡ്യൂളായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടും ഒരുപാട് VFX വർക്കുണ്ടായിരുന്നു. നമ്മളിതിന് സിങ് സൗണ്ട് നമ്മൾ ഇതിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ സിനിമ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അദ്ദേഹം ഈ സിനിമ എഡിറ്റ് ചെയ്തതിന് ശേഷമാണ്, ഫസ്റ്റ് എഡിറ്റിന് ശേഷമാണ്. ഞാനായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ഒരു ഓഡിയൻസ്. അത് കഴിഞ്ഞ് ഞാൻ വളരെ ഇൻഡിപെൻഡൻ്റായിട്ടാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ആ വർക്ക് ചെയ്ത് ഞാൻ ഫിലിം മിക്സ് ചെയ്തതിന് ശേഷം സലീമിനെ വിളിച്ച് കാണിക്കുക ചെയ്തു. സലീം കണ്ടിട്ട് സലീമിന് വേണ്ടുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ അത് കൂടുതൽ ആഡ് ചെയ്യുക ചെയ്തു. അതിനേക്കാൾ ഉപരിയായിട്ട് സലീമിന് വലിയ കറക്ഷൻസ് ഒന്നും സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു വിഷൻ സിനിമയെ പറ്റിയുള്ള സലീമിൻ്റെ സ്റ്റോറിയെ പറ്റിയുള്ള എൻ്റെ ഒരു വിഷൻ അത് കക്ഷിക്ക് കറക്റ്റായിട്ട് തോന്നുകയാണ് ചെയ്തത്. മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും മറ്റുള്ള ഭാഷാ സൂപ്പർ സ്റ്റാറുകളുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് തമിഴിലോ തെലുങ്കിലോ വെച്ചിട്ട് അവിടെയുള്ളൊരു സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ട് ഇങ്ങനെയുള്ളൊരു നാടൻ കഥ ചിന്തിക്കാൻ പറ്റില്ല. കാരണം
അതിന് ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന താരങ്ങൾ മികച്ച അഭിനേതാക്കൾ കൂടി ആയതുകൊണ്ടാണ്. അപ്പം 100% സിനിമ കണ്ട പലരും പറയുന്നത് ഇതിൽ മമ്മൂക്കയില്ല, പള്ളിക്കൽ നാരായണൻ മാത്രമേ ഉള്ളൂ എന്നല്ല. അപ്പോൾ ഓരോ കാലഘട്ടവും അതിൻ്റേതായ രീതിയിൽ പുള്ളി വിഷ്വലൈസ് ചെയ്തിട്ട് മീൻസ് നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. താരങ്ങളും നമ്മുടെ മുന്നിലില്ല. നമ്മുടെ മുന്നിൽ നാരായണനും വേലായുധനും മൊയ്തീനും ഒക്കെ ഉള്ളൂ. അത് പൂർണ്ണമായിട്ട് പിന്നെ നമ്മൾ ആലോചിക്കുന്നത് ആര് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അനുസരിച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരും. മമ്മൂക്കയുടെ കൂടെ നിന്നിട്ട് മൊയ്തീനായിട്ട് ചെയ്യാവുമ്പം ശ്രീനേട്ടനെ പോലുള്ള ഒരാൾ വേണം. അപ്പം അങ്ങനെയാണ് പിന്നെയുള്ള കാസ്റ്റിങ്ങുകൾ ഉണ്ടാവുക. സൗണ്ട് എന്ന് പറയുന്നത് മ്യൂസിക് എന്നാണ് ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതല്ല, ആ ഒരു ക്രാഫ്റ്റിന് അതിൻ്റേതായ പവറുണ്ട്, ആൾക്കാരെ ചേഞ്ച് ചെയ്യാനുള്ള പവറുണ്ട്, സിനിമയെ ചേഞ്ച് ചെയ്യാനുള്ള പവറുണ്ട്. അത് ഇപ്പോൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ചും മലയാളം പോലുള്ള മലയാള സിനിമ പോലുള്ള ചെറിയ ഒരു റീജിയണൽ സിനിമയ്ക്ക് അതിൻ്റേതായ ലിമിറ്റേഷനുകളുണ്ട്. പക്ഷേ ആ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് നല്ല നല്ല കഥകളുണ്ടാകുന്നില്ലേ? നല്ല നല്ല ഐഡിയകൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ അതിൻ്റെ ഒരു എക്സിക്യൂഷൻ അപ്പോൾ ഹോളിവുഡ് സിനിമകൾ പോലെയോ അല്ലെങ്കിൽ യൂറോപ്യൻ സിനിമകൾ പോലെയോ അത്ര ഫൈനർ ആയിക്കൊള്ളണമെന്നില്ല. എങ്കിലും യു ക്യാൻ സീ എ സ്പാർക്ക്, യു ക്യാൻ സീ ജീനിയസ് തോട്ട്. അത് ഉണ്ടാകണം. അത് ഈ സൗണ്ട് അല്ലെങ്കിൽ ശബ്ദ സംവിധാനം അല്ലെങ്കിൽ ശബ്ദ സന്നിവേശം എന്നൊരു ശാഖ അത്ര സീരിയസ് ആയിട്ട് നമ്മൾ റീജിയണൽ സിനിമയിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതൊരു ഫങ്ഷണലായിട്ടൊരു എലിമെൻ്റായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അത് മാറണം. അത് ഇങ്ങനെ നമ്മൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, ഞാനിതിനെപ്പറ്റി സംസാരിക്കുന്നത്, ഇങ്ങനെ ഒരു നിങ്ങളാണ് ആക്ച്വലി മീഡിയ ആണ് ഇത് ഇത് ജനങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അത് എൻ്റെ ഓസ്കാറോട് കൂടി അതൊരുപാട് മീഡിയ ചെയ്യുന്നുണ്ട്. എനിക്ക് കേരളത്തിലെ ഇന്ത്യയിലെ മീഡിയകളോടുള്ള എനിക്ക് വലിയ ബഹുമാനമാണ്, സ്നേഹമാണ്. കാര്യം ഇത്രയും അധികം ഈ ഒരു ഡിസ്കഷൻ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളാണ്. അതിന് കാരണമായത് എന്തുമായിക്കോട്ടെ, പക്ഷേ ആ ഒരു ഡിസ്കഷൻ വന്നുമല്ലോ, അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സ് ഒരുപാട് ഈ ഒരു മേഖലയിലേക്ക് വരും, അക്കാഡമിക്സ് ഈ മേഖലയിലേക്ക് വരും, യങ്സ്റ്റേഴ്സ് വരും, അക്കാഡമിക്സ് വരുമ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടാവും, കൂടുതൽ നല്ല വർക്കുകളുണ്ടാവും. അതാണ് ഇതിനകത്തെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം. പഠിച്ചിറങ്ങുന്ന സമയത്ത് നമ്മൾ അനലോഗ് ടെക്നോളജിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് ഡിജിറ്റലിൻ്റെ തുടക്കം, പിന്നെ ഇന്ന് ഡിജിറ്റൽ ടെക്നോളജി എത്തി നിൽക്കുന്ന ഒരു ആ ഒരു ഘട്ടം. സൗണ്ട് മോണോയിൽ നിന്ന് ഡോൾബിയിലേക്ക് പോകുന്നു, ഡോൾബി DTS ഇത് വരുന്നു. ഇന്ന് അത് ഡോൾബി അറ്റ്മോസും ഓറോ 3Dയിലേക്കും എത്തി നിൽക്കുന്നു. കഴിഞ്ഞ ഒരു 10-15 വർഷം കൊണ്ട് വളരെ ട്രമൻഡസ് ആയ ചേഞ്ചസ് ആണ് ടെക്നോളജിയിൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ തിരക്കഥയിലാണ്. ആദ്യം ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു കഥാപാത്രം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറൊരാൾ ആ കഥാപാത്രമായിട്ട് ഉപയോഗിക്കുക. അപ്പം ഒരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിലുള്ള ആ കഥാപാത്രത്തിലേക്ക് ആ താരത്തെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമുള്ള ആളാണ് ഞാൻ. അവാർഡ് സിനിമ എന്നുള്ളൊരു സങ്കല്പമുണ്ട് നമുക്ക്. ഞാൻ പലരോടും ചോദിക്കുന്നത്, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങൾ ചെയ്യുന്ന സിനിമ കൊമേഴ്ഷ്യൽ സിനിമയാണോ അതോ അവാർഡ് സിനിമയാണോ എന്ന്. എന്താണ് കൊമേഴ്ഷ്യൽ സിനിമ, അല്ലാണെങ്കിൽ എന്താണ് അവാർഡ് സിനിമ? നമ്മൾ സിനിമ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഞാൻ സിനിമ ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത് ഈ നാട്ടിലുള്ള സാധാരണക്കാരായ ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവണം, അല്ലെങ്കിൽ ഏത് നാട്ടിൻപുറത്തുകാരന് കണ്ടു കഴിഞ്ഞാലും എൻ്റെ സിനിമ മനസ്സിലാകണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു വന്നു, ഇത് കേസ് വന്നു. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾ കേസ് കൊടുത്തു, ഞങ്ങൾ കോടതിയിലെത്തി, കഥ നമുക്ക് കേസിൻ്റെ കൂടെ അയച്ചു തരും, അയാൾ എഴുതിയ കഥ. ഈ കഥ വായിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ കഥ ഞാൻ ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അന്വേഷണത്തിൽ നിന്നാണ് മനസ്സിലാവുന്നത് പുള്ളിയുടേതെന്ന് പറഞ്ഞ് എഴുതിയ കഥ TV കൊച്ചുബാവയുടെ സ്വപ്നങ്ങളിൽ നിന്നും സ്വപ്നങ്ങളിലേക്ക് എന്ന് പറയുന്ന കഥ മോഷ്ടിച്ചിട്ട്. അങ്ങനെ ഞാൻ അതായത് പുള്ളി എഴുതിയ കഥയുടെ 10-15 കൊല്ലം മുമ്പ് TV കൊച്ചുബാവ എഴുതിയ കഥ ഇത് ഞാൻ കോടതിയിൽ ഹാജരാക്കുകയും ചിലപ്പോൾ മലയാള ഇങ്ങനെയുള്ള കേസുകൾക്ക് ഒരു ഏറ്റവും വലിയ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു വിധി ചിലപ്പോൾ മലയാളത്തിലെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കോടതിയിൽ കോർട്ട് ഓർഡറിൽ ജഡ്ജിൻ്റെ വിധിയിൽ പറഞ്ഞു ഇയാൾ ഹാജരാക്കിയിരിക്കുന്ന കഥ TV കൊച്ചുബാവയുടെ സ്വപ്നങ്ങളിൽ നിന്നും സ്വപ്നങ്ങളിലേക്കുള്ള കബീർ എന്ന കഥ മോഷ്ടിച്ചിട്ടാണ് അയാൾ ആ കഥ എഴുതിയതെന്ന് കോർട്ട് ഓർഡറിൽ വന്നു. ഈ ടെക്നോളജി എന്ന് പറഞ്ഞാൽ വെറും ഒരു ടൂളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പേന അത് മോൺബ്ലാങ്ക് ആണോ, ഹീറോ പെന്നയാണോ, റെയ്നോൾഡ്സ് ആണോ, അതുകൊണ്ട് നമ്മുടെ കൈയക്ഷരം വ്യത്യാസം ആണെന്ന് നിർബന്ധമില്ലല്ലോ. ക്വാളിറ്റി ഓഫ് റൈറ്റിംഗ് ഈസ് നോട്ട് ഡിസൈഡഡ് ബൈ ദ പെൻ. അപ്പോൾ അത് ടെക്നോളജി ടൂൾ മാത്രമാണ്. എന്തുമാത്രം നമുക്ക് ഒരു കലാകാരനെ നിങ്ങൾ
പിന്നെ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ നിങ്ങൾ ഹയർ ചെയ്യുമ്പോൾ അയാളുടെ കല പ്രവർത്തിപ്പിക്കാൻ എന്തുമാത്രം നിങ്ങൾക്ക് അയാൾക്ക് സ്പേസ് കൊടുക്കും, അത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എന്തുമാത്രം പിന്നെ സന്നദ്ധത കാണിക്കും എന്നുള്ളിടത്താണ് പ്രശ്നം. ഇതൊരു ആറ്റിറ്റ്യൂഡിനൽ പ്രശ്നമാണ്. അത് മാറണം. തീർച്ചയായിട്ടും മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ യങ്സ്റ്റേഴ്സ് ഒരുപാട് പിന്നെ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് സിനിമ എടുക്കാനായിട്ട് മലയാളത്തിലേക്ക് വരുന്നത്. 10 ലക്ഷം രൂപ 5 ലക്ഷം രൂപ കൊണ്ടും നമുക്കൊരു സൗണ്ട് സിസ്റ്റം വെക്കാം, 1 ലക്ഷം രൂപ കൊണ്ടും സൗണ്ട് സിസ്റ്റം വെക്കാം, 50 ലക്ഷം രൂപ കൊണ്ടും വെക്കാം. അപ്പം നിങ്ങൾ എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് എന്ന സിനിമ തരംതിരിക്കുമ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ ഡിസൈഡിങ് ഫാക്ടർ നമുക്ക് ആർക്കും അറിയില്ല. ഇത് ടെക്നിക്കൽ സ്റ്റാൻഡേർഡ് ആണോ, അതോ ഇത് പഞ്ചായത്തിലുള്ള തിയേറ്ററുകളോട് ആണോ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എങ്ങനെയാണോ, ഇത് ഏത് തരത്തിലാണിത് വിഭാവനം ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കറിയത്തില്ല, നമുക്കാർക്കും അറിയുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ അത് ടെക്നിക്കൽ സ്റ്റാൻഡേർഡൈസേഷൻ തന്നെ ആയിരിക്കണം. കാരണം ഒരു ഓഡിയൻസ് തിയേറ്ററിലേക്ക് വരുന്നത് സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. ആ സിനിമ കാണുന്നതിനുള്ള പ്രധാനമായിട്ടുള്ള കാര്യം അതിൻ്റെ ശബ്ദവും പിക്ചറും സൗണ്ടുമാണ്. അപ്പോൾ അതൊഴിച്ച് ബാക്കിയെല്ലാം നിങ്ങളൊരു സ്റ്റാൻഡേർഡൈസേഷനിലേക്ക് കൊണ്ടുവരുന്നുവെങ്കിൽ, ഇപ്പം സിവിൽ നോംസ് ഉണ്ട്. സിവിൽ നോംസിൽ പിന്നെ ഇത്ര പിന്നെ ചതുരശ്ര മീറ്റർ വിസ്താരമുള്ള കൊട്ടകയാണെങ്കിൽ അതിലിത്ര സീറ്റ് ആകാൻ പാടുള്ളൂ, അതിലിത്ര ഫയർ എക്സിറ്റുകൾ ഉണ്ടാകണം, ബിറ്റ്വീൻ സീറ്റിന് അതായത് നീ റൂം ഇത്ര ഉണ്ടായിരിക്കണം, ഇങ്ങനെയുള്ള നിഷ്കർഷകളുണ്ട്, സിവിൽ നോംസ് ഉണ്ട്. പക്ഷേ അത് മാത്രം നോക്കിയിട്ടാണോ നിങ്ങൾ ഒരു മൾട്ടിപ്ലക്സ് ലൈസൻസിങ് കൊടുക്കുന്നത്? അപ്പോൾ മൾട്ടിപ്ലക്സസ് ലൈസൻസിങ് കൊടുക്കുമ്പോൾ അവർക്ക് സാമ്പത്തികമായി ഇളവുകൾ കൊടുക്കുന്നുണ്ട്, ടാക്സ് ഇളവുകൾ കൊടുക്കുന്നുണ്ട്. അതെന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? അവിടെ ടെക്നിക്കൽ സ്റ്റാൻഡേർഡ് പിന്നെ ഒരു ബാധ്യതയല്ല. ഇന്ത്യയിൽ മൊത്തത്തിലുള്ള മൾട്ടിപ്ലക്സുകളും ഇന്ത്യയിൽ മൊത്തത്തിലുള്ള എക്സിബിഷൻ സെൻറ്ററുകളിലുമുള്ളൊരു പ്രശ്നമാണ്. വളരെ അത്യാവശ്യമായിട്ട് ഒരു സ്റ്റാൻഡേർഡൈസേഷൻ്റെ ഒരു നിയമസാധുതയ്ക്കുള്ളിൽ നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് സിനിമ ശബ്ദവും പിക്ചറും സൗണ്ടും ചേർന്ന ഒരു ഓഡിയോ വിഷ്വൽ സംഗമമായിട്ട് നമുക്കിതിനെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അതിൻ്റേതായ സ്റ്റാൻഡേർഡൈസേഷൻ നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ട്. അതിന് ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിന് പിന്നെ ഒരു സിനിമ കോട്ടയ്ക്ക് ഒരു ലൈസൻസിങ് കൊടുക്കുമ്പോഴും ഈ ലൈസൻസിങ്ങിൻ്റെ പിന്നെ നിയമസാധുതയിൽ ശബ്ദവും അല്ലെങ്കിൽ പിന്നെ പിക്ചറിൻ്റെയും ക്വാളിറ്റി, അതിന് സ്റ്റാൻഡേർഡൈസേഷൻ എന്തായിരിക്കണമെന്ന നിബന്ധനകളൊന്നും തന്നെയില്ല. ഇത് ഇന്ത്യയിൽ മൊത്തത്തിലുള്ളൊരു പ്രശ്നമാണ്. അത് പിന്നെ ഞങ്ങൾ ഈ എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിനെപ്പറ്റി എപ്പോഴും പിന്നെ പറയാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം ഇതിനെപ്പറ്റി നമ്മൾ ശബ്ദമുയർത്തുന്നുണ്ട്. എങ്കിലും ഇത് എൻഫോഴ്സ് ആകുക എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഗവൺമെൻറ് ഇതിനൊരു നിയമസാധ്യത കൊണ്ടുവരാതെ ഇത് നമുക്കത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ലോകത്തിൽ ഏതെങ്കിലും ഒരു ടെക്നീഷ്യനെ ഇത്രയും അധികം ആൾക്കാർ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും അധികം തോളത്ത് കയറ്റിയിരുത്തി ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ്. എനിക്ക് ഒരു പരാതിയില്ല. അങ്ങനെ ഒരു അംഗീകാരം, ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു അംഗീകാരമാണ് അതിന് കാരണം. അത് ശരിയാണ്, ആയിക്കോട്ടെ. അതിനു മുമ്പ് വരെ പിന്നെ കേരളത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മലയാള സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓസ്കാറിന് ശേഷമാണ് മലയാളത്തിൽ സിനിമ ചെയ്യുന്നത് തന്നെ. പരാതികളും പരിഭവങ്ങളും പറയാനല്ലടോ നമ്മളുള്ളത്. വർക്ക് ചെയ്യുക, നമ്മുടെ വർക്ക് സംസാരിക്കും. അത് പരാതികളും അതെല്ലാം പിന്നെ കലയുടെ അല്ലെങ്കിൽ കലാപ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ആൾക്കാരെ സെൻസിറ്റൈസ് ചെയ്യുന്നുള്ളതാണ്. അത് നിങ്ങൾ നമ്മുടെ വർക്കിലൂടെ ചെയ്യുക. അല്ലാതെ കുത്തിയിരുന്ന് പരാതി പറയാനും പരിഭവങ്ങൾ പറയാനും പിന്നെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനും ആണോ കലാപ്രവർത്തനങ്ങൾ? അതിനൊന്നുമല്ല. ഇൻഡിവിജ്വലായിട്ട് നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി നിലനിർത്തുക എന്നുള്ളതാണ്. അവസരങ്ങൾ കിട്ടിയില്ല, ചെയ്തിട്ടില്ല, വന്നിട്ടില്ല, ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല. ഓഫ് കോഴ്സ് പിന്നെ എല്ലാ ടെക്നിക്കൽ വശങ്ങളെയും സമന്വയിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഒരു കലയാണ് സിനിമ. അത് പിന്നെ സൗണ്ട് അതിലെ ഏറ്റവും അവസാനത്തെ പടിയിലാണ് വരുന്നത്. ട്രാവൽ ഏജൻസിയിൽ ജോലി ചെയ്തിട്ടുണ്ട്, അതായത് എയർലൈൻസിൽ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. ജീവിതത്തിൽ പലപ്പോഴും ഞാൻ പലതും ഉപേക്ഷിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി വോളിബോൾ പ്ലെയറായിരുന്നു. അത് ഞാനൊരു കാലഘട്ടത്തിൽ അവസാനിപ്പിച്ചു. ഞാൻ മിമിക്രി ഒരുപാട് എനിക്ക് സ്വന്തമായിട്ട് മിമിക്രി ട്രൂപ്പും ഒരു ആയിരക്കണക്കിന് വേദികളിൽ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതും ഒരു കാലത്ത് ഞാൻ അവസാനിപ്പിച്ചു. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ട് ആവേണ്ട ആളല്ല എന്നുള്ളൊരു തോന്നലേക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രാവൽ ഏജൻസിയിൽ ജോലി ചെയ്തു. ആ ജോലി ഞാൻ കളഞ്ഞതാണ്. അത് കഴിഞ്ഞ് സീരിയലുകൾ എഴുതി.
ഈ സീരിയൽ എഴുതിക്കൊണ്ടിരുന്നത് ഒരുപാട് ഞാൻ മെഗാ സീരിയലിന് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കാലത്തിൽ ഞാൻ സീരിയൽ എഴുത്തൊരു ഒരു ദിവസം ഉപേക്ഷിക്കുന്നത്. അതെന്ന് വെച്ചിട്ട് ഞാൻ സീരിയൽ എഴുതേണ്ട ആളല്ല. എനിക്ക് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സിനിമയാണ്. അപ്പം പലതും ഉപേക്ഷിച്ചിട്ട് നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ സിനിമ എന്നുള്ളത്. അപ്പോൾ അവിടെ എത്തുക, അതിനുവേണ്ടി പല വഴികളിലൂടെ വന്ന അവസാനം അവിടെ എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അത് കാണാൻ എൻ്റെ ഉമ്മയും ബാപ്പയും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉമ്മ 99 മരിച്ചു, ബാപ്പ 2001 മരിച്ചു. ഉമ്മ ആണ്, നമ്മൾ പറയത്തില്ല, അമ്മയാണ് എല്ലാം. കാര്യം നിങ്ങൾ ഈ നാളെ ഒരാളെ കൊന്നിട്ട് വന്നാലും അമ്മ പറയും എൻ്റെ മോൻ, നമുക്ക് അമ്മയോട് പോയി പറയാം. അതായത് നമ്മൾ ഏറ്റവും അധികം വിശ്വസിക്കുന്ന നമ്മുടെ അമ്മയാണ്. അങ്ങനെ എന്നെ വിശ്വസിച്ചത് എൻ്റെ ഉമ്മയാണ്. എനിക്ക് നിയമം പഠിക്കണ്ട, എനിക്ക് സിനിമയിൽ പോയി ഫിലിം ഷൂട്ടിൽ പോയി സിനിമ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ തങ്കര പൊട്ടിച്ച് ഉമ്മയുടെ പൈസ എനിക്ക് തന്ന് എന്നെ ഉന്തിത്തള്ളി വിട്ടത് എൻ്റെ ഉമ്മയാണ്. ബാപ്പ അതിനെതിരെ നിന്നില്ല. പക്ഷേ ബാപ്പയ്ക്ക് അതിൽ വിഷമമുണ്ടായിരുന്നു. ഞാനൊരു പ്രൊഫഷണൽ കോഴ്സ് കളഞ്ഞിട്ട് വേറെ സംഭവത്തിലേക്ക് പോകുന്നതിൽ ബാപ്പയ്ക്ക് വിഷമമുണ്ടായിരുന്നു. ആ ബാപ്പയ്ക്ക് വിഷമം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അന്ന് വെച്ചാൽ ഞാൻ ലോ കോളേജിൽ ചെന്നിട്ട് ഞാൻ ബാപ്പയ്ക്ക് ഒരു കത്തെഴുതി, എനിക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് സിനിമ പഠിക്കേണ്ടതെന്ന്. അതിനുശേഷം ബാപ്പ എതിരൊന്നും പറഞ്ഞിട്ടില്ല. അതിന് മുമ്പ് പറഞ്ഞു, നീ ഇങ്ങനെ എന്താ കുരങ്ങ് ചാടി കളിക്കണമെങ്കിൽ ഓരോ ബ്രാഞ്ചിൽ നിന്ന് വേറെ ബ്രാഞ്ചിലേക്ക് കുരങ്ങ് ചാടുള്ളൂ, അതുകൊണ്ട് തന്നെ ചാടി കളിക്കണമെന്ന് ചോദിച്ചു. പക്ഷേ ഈ കത്ത് എഴുതിയ ശേഷം ബാപ്പ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ബാപ്പയുടെ ഒരു മൗന സമൂഹത്തോടു കൂടിയാണ് ഞാൻ സിനിമ പഠിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഒരുപക്ഷെ ഉമ്മ ആഗ്രഹിച്ചതിനേക്കാൾ അല്ലെങ്കിൽ ബാപ്പ ആഗ്രഹിച്ചതിനേക്കാൾ ഒരുപാട് വലിയ തലങ്ങളിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞു. ഇന്നും മാറ്റി നിർത്തി ചോദിക്കുകയാണെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊന്നും കാണാൻ ഉമ്മയും ബാപ്പയും ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖം. കുടുംബത്തിന് സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇന്ന് ഇവിടം വരെ എത്തില്ല. എൻ്റെ എല്ലാം ഞങ്ങളുടെ കുടുംബമാണ്. അത് എൻ്റെ 4 പെങ്ങന്മാരും മറ്റ് 3 ബ്രദേഴ്സും എൻ്റെ വൈഫും കുട്ടികളും. വൈഫിനെ ഞാൻ പറയുന്നത് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു ഖജനാവിൽ ഇങ്ങനെ സമയമെടുത്ത് ഇങ്ങനെ എനിക്ക് അനുവദിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, എപ്പോൾ പോകുന്നു, എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, കുട്ടികളോട് സമയം ചിലവഴിക്കാൻ സമയം കിട്ടുന്നില്ല, വീട്ടുകാരുമായിട്ട് കുടുംബമായിട്ട് സമയം ചിലവഴിക്കാൻ കിട്ടുന്നില്ല. അതൊന്നും കക്ഷി ഒരു പരാതിയായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവരാണ് ആക്ച്വലി നമ്മുടെ യഥാർത്ഥ ശക്തി. അവരുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നതും ഈ രീതിയിലൊക്കെ ചെയ്യാൻ സാധിക്കുന്നതും. അതായത് ഞാൻ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും സ്കൂളിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പാലോട്ടുപള്ളിയിലുള്ളൊരു മദ്രസയിലാണ് ഞാൻ അക്ഷരം പഠിച്ചത്. ആദാമിൻ്റെ മകൻ അബുവിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് അന്ന് എനിക്ക് അക്ഷരം പഠിപ്പിച്ച പോക്കു മാസ്റ്റർക്കാണ്. അപ്പോൾ ഈ പോക്കു മാസ്റ്റർ റിട്ടയറായ ഒരു സ്കൂൾ മാസ്റ്ററായിരുന്നു. അപ്പോൾ ഞങ്ങൾ മദ്രസയിലുള്ള കുറച്ച് കുട്ടികളെ മാറ്റി ഇരുത്തിയിട്ട് ഉസ്താദ് പോക്കു മാസ്റ്റർ എനിക്ക് അക്ഷരങ്ങൾ പഠിച്ച് 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സിലെയും പാഠങ്ങൾ അവിടെ നിന്നാണ് ഞങ്ങൾ പഠിക്കുന്നത്. എന്നിട്ട് കൊണ്ടുപോയിട്ട് മട്ടന്നൂർ UP സ്കൂളിൽ തന്നെ 2-ാം ക്ലാസ്സിലെ എക്സാമിനാണ് ഞാൻ പോകുന്നത്. എന്നിട്ട് 3-ാം ക്ലാസ് മുതലാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. അന്ന് ഇങ്ങനെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ ഞങ്ങളെല്ലാവരും കൊണ്ടുപോകും. അങ്ങനെ ഒരു 10 കുട്ടികളെ ഒന്നിച്ചു കൊണ്ടുപോയിട്ടാണ് ഞങ്ങളെ സ്കൂളിൽ ചേർക്കുന്നത് മദ്രസയിൽ നിന്ന്. അന്ന് അവിടെ നിന്ന് കൊണ്ടുപോയി മദ്രസയിൽ നിന്ന് സ്കൂളിൽ ചേർത്ത എല്ലാ കുട്ടികളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് 1/10 അങ്ങനെയാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1/10 ആവണേ. പത്തേമാരി ഒരു സിനിമയല്ല, ഇതൊരു ജീവിതയാത്രയാണ്. ഈ ജീവിതയാത്ര ഞാൻ കണ്ടിട്ടുള്ള യാത്രയാണ്, ഞാൻ അനുഭവിച്ചിട്ടുള്ളതും കൂടിയാണ്. കാര്യം കേരളത്തിലെ ഓരോ കുടുംബത്തിൽ നിന്നും ഗൾഫിലുണ്ട്. അവരുടെ വിയർപ്പിൻ്റെ മണം ആണ് ഇന്ന് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനം. അവരുടെ രക്തവും വിയർപ്പുമാണ് ഇന്ന് നമ്മൾ കേരളം പുറത്തറിയപ്പെടുന്നത് ഏഷ്യയുടെ സ്വീഡൻ എന്നാണ്. കാരണം സ്വീഡനോളം തന്നെ വളരെയധികം കെട്ടുറപ്പുള്ള ഒരു സമ്പദ് വ്യവസ്ഥയും ആരോഗ്യത്തിലായാലും ഹെൽത്തിലായാലും എഡ്യൂക്കേഷനിലായാലും നമ്മുടെ ഒരു വലിയൊരു വ്യവസ്ഥ നമ്മൾ കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടൊരു വ്യവസ്ഥ. അത് കെട്ടിപ്പടുത്താൻ നമ്മളെ സഹായിച്ചത് നമ്മളുടെ അച്ഛന്മാരും സഹോദരങ്ങളും സഹോദരിമാരും കേരളത്തിന് പുറത്തുപോയി അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള നാണ്യവിള നമുക്ക് സമ്പാദിച്ചതാണ്. അത് ഒരു പക്ഷേ കണ്ടില്ലെന്ന് നടിക്കുന്നത് ഒരുപാട് കേരളീയർ, കേരളത്തിനകത്ത് ജീവിക്കുന്ന ഒരുപാട് പേർ അത് കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ട്, അതിനെ വാല്യൂ ചെയ്യുന്നില്ല. അതിനെ പറ്റിയൊക്കെയുള്ളൊരു ഓർമ്മപ്പെടുത്തലുകളാണ് പത്തേമാരി എന്ന സിനിമ. അതൊരു സിനിമ മാത്രമായിട്ടല്ല, അത് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന
പ്രവാസികളുടെ ഒരുപാട് ജീവിതങ്ങൾ തുന്നിച്ചേർത്തതാണ് പത്തേമാരി എന്നത്. അത് കേരളത്തിലെ ഓരോ ആൾക്കാരും കണ്ടിരിക്കേണ്ട ചിത്രമാണ്.